വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഓ എൻ്റെ ദൈവമേ, അങ്ങേക്ക് വേണ്ടി സഹിക്കുക എത്ര മധുരതരമാണ്. ഹൃദയത്തിൻ്റെ രഹസ്യ അറകളിൽ സഹിക്കുക തീർത്തും മറഞ്ഞിരുന്ന് സ്ഫടികം പോലെ നിർമ്മലമായി, യാതൊരു സമാശ്വാസവും അനുകമ്പയും ലഭിക്കാതെ, ആരാലും കാണപ്പെടാതെ ഒരു ബലിയായി തീരുക. സജീവമായ സ്നേഹത്താൽ എൻ്റെ ആത്മാവ് കത്തിജ്വലിക്കുന്നു. ദിവാസ്വപ്നം കണ്ട് സമയം പാഴാക്കാതെ ഓരോ നിമിഷത്തെയും ഞാൻ ഉപയോഗിക്കുന്നു. എന്തെന്നാൽ അത് എനിക്ക് അധീനമാണ്. കഴിഞ്ഞ കാലം എന്നെ കടന്നുപോയി. ഭാവി എൻ്റേതല്ല. ഇപ്പോഴുള്ള സമയം ഏറ്റവും ഉപയോഗപ്രദമാക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. ജനുവരി 4, 1935. മദർ ബോർജിയയുടെ ആദ്യ ചാപ്റ്റർ സമയത്ത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തതയും വിശ്വാസവുമുള്ള ഒരു ജീവിതത്തെപ്പറ്റി മദർ ബോർജിയ ഊന്നി പറഞ്ഞു. ചാപ്റ്ററിൻ്റെ പകുതിയായപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടു: ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാം കൂടുതൽ വിശ്വാസമുണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ എൻ്റെ മണവാട്ടിക്കുള്ള വിശ്വസ്തത എന്നെ വളരെ ആനന്ദിപ്പിക്കുന്നു. ഞാൻ കുരിശ് രൂപത്തിലേക്ക് നോക്കി. ഈശോയുടെ ശിരസ് ഊട്ടുമുറിയിലേക്ക് തിരഞ്ഞിരുന്നു. അവിടുത്തെ അധരങ്ങൾ അനങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ഈ കാര്യം മദർ സുപ്പീരിയറിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു: നോക്കൂ സിസ്റ്റർ, നമ്മൾ വിശ്വാസജീവിതം നയിക്കണമെന്ന് എപ്രകാരം ഈശോ ആവശ്യപ്പെടുന്നു. മദർ ചാപ്പലിലേക്ക് പോയപ്പോൾ മുറി ക്രമീകരിക്കാനായി ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഈ വാക്കുകൾ ശ്രവിച്ചു: ഈ കാലഘട്ടത്തിൽ എല്ലാവരും സുപ്പീരിയേഴ്സിനോടുള്ള വിശ്വാസത്തിൻ്റെ അരൂപിയിൽ ജീവിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നതായി എല്ലാ സിസ്റ്റേഴ്സിനോടും പറയുക. ഈ ദൗത്യത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമെന്ന് ഞാൻ എൻ്റെ കുമ്പസാരക്കാരനോട് അപേക്ഷിച്ചു. ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്ന വ്യക്തി ചില കാരണങ്ങളാൽ അത് വരയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഇങ്ങനെ കേട്ടു: അവൾ കൂടുതൽ അനുസരണയുള്ളവളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രയത്നങ്ങൾ എത്ര വലുതാണെങ്കിലും അനുസരണയുടെ മുദ്രയില്ലെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമായിരിക്കുകയില്ല. ഒരു സന്യസ്തയുടെ ആത്മാവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓ ദൈവമേ, ഒരു മഠത്തിൽ അവിടുത്തെ ഹിതമറിയുവാൻ എത്ര എളുപ്പമാണ്. രാവും പകലും ദൈവേഷ്ടം വളരെ വ്യക്തമായി സന്യസ്തയുടെ മുൻപിലുണ്ട്. സംശയമുള്ള സമയത്ത് നമ്മുടെ സുപ്പീരിയേഴ്സിലൂടെ ദൈവം സംസാരിക്കുന്നു.